ഹായ് ഗൈസ്, ഞങ്ങൾ പാർക്കിലാണ്. അപ്പം ഇതുണ്ടോ മെമ്മറി സ്കിൽസ് എന്ന് പറഞ്ഞിട്ടൊരു ഗെയിം. പാർക്കിൽ മിക്കവാറും ഫുട്ബോൾ അല്ലേ മോനെ? ഫുട്ബോൾ അവൻ കളിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും ബുക്സൊക്കെ വായിക്കുന്ന പതിവ്. പിന്നെ ഞങ്ങൾ ഈ ഗെയിം ഇവിടെ ഇരുന്ന് കളിക്കാം, ഇൻട്രസ്റ്റിംഗ് ആക്കാമെന്ന് വിചാരിച്ചു. നല്ല രസമുള്ളൊരു ഇതാണ് കേട്ടോ. ഇത് കൊച്ചുങ്ങൾക്കുള്ളൊരു ഗെയിം ബോർഡൊക്കെയാണ്. പക്ഷേ മിക്ക ഇതുപോലത്തെ ഈ കുട്ടികളുടെ ഇങ്ങനത്തെ മെമ്മറിയുടെ ഒക്കെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ ക്രിയേറ്റീവായിട്ടുള്ള ഈ കളിക്കുന്ന സാധനങ്ങളൊക്കെ എനിക്കൊന്നും അഡൾട്ട്സിനും കളിക്കാൻ തോന്നുന്നില്ലേ. ഞാൻ കളിക്കാറുണ്ട്. ഒന്നുമില്ലെങ്കിലും മെമ്മറി ഇമ്പ്രൂവ് ആവുമല്ലോ, അല്ലെങ്കിൽ മെമ്മറി ഒന്ന് ടെസ്റ്റ് ചെയ്യാം അല്ലേ മോനെ? അവനൊരു കമ്പനി ആവും. അങ്ങനെ ഇപ്പോൾ ഈ സമയത്ത് പാർക്കിൽ, ഈ സമയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വൈകുന്നേരം 4:30 4:45 സമയമാണ്. സാധാരണ 3:45 ആകുമ്പോഴേ പാർക്കിൽ വരുന്നത്. ഇന്ന് ഞങ്ങൾ ലേറ്റായി. അപ്പോൾ ആ സമയത്ത് പിന്നെ രാവിലെ ഒരു 10:45 തൊട്ടൊരു 11:30 11:45 ഈ സമയമൊക്കെ ആകുമ്പോഴും പാർക്കിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് വെയിലൊക്കെ കൊണ്ട് ഇരുന്ന് നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസൊക്കെ ചെയ്യാം. വേണമെങ്കിൽ കളിക്കാം, അല്ലെങ്കിൽ വായിക്കാം, അല്ലെങ്കിൽ നടക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. നല്ല സ്പേസ് ഉണ്ട്. കണ്ടോ? സ്റ്റേജ് കാണാൻ പറ്റും. ഇതിൻ്റെ പുറകിലൊരു സ്റ്റേജ് പോലത്തെ. അപ്പം ഇത് എന്ന് വെച്ചാൽ ഒരു വുഡ്ലാൻഡ് സൊസൈറ്റി എന്ന് പറയുന്നൊരു സൊസൈറ്റി. അപ്പോൾ അവിടുത്തെ ഒരു ഫ്ലാറ്റിലാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പം ഞാൻ നാളത്തെ വ്ളോഗിൽ പറഞ്ഞ പോലെ, നമ്മൾ വ്ളോഗിലായിരുന്നു ലൈവിലായിരുന്നു, ഞാൻ എവിടെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഇവിടുന്ന് മാറുകയാണ്. നോട്ട് ബിക്കോസ് ദിസ് പ്ലേസ് ഹാവ് എനി ഫോൾട്ട്. ഈ പ്ലേസ് എന്ന് പറഞ്ഞാൽ ഹെവനാണ്. ഞാൻ പറയാണ്, ഞാൻ കണ്ടതിലൊരു ഹെവൻ. ഞാൻ പൂനെയിൽ ഇതുവരെ കണ്ടത് വെച്ചിട്ട് എനിക്കൊരു ഹെവനായിട്ട് തോന്നുന്നൊരു സ്ഥലമാണ് ഈ വുഡ്ലാൻഡ് സൊസൈറ്റി എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളുമുണ്ട്. കാര്യങ്ങളൊക്കെ പിന്നെ ഞാൻ വഴിയെ പറയാമെന്ന് ഞാൻ അന്ന് പറഞ്ഞായിരുന്നു, ഇപ്പോഴും പറയാറായിട്ടില്ല. അപ്പം ആ കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ സ്ഥലത്തുനിന്ന് മാറുകയാണ്. വിഷമം എന്ന് വെച്ചാൽ നല്ല വിഷമമുണ്ട്. ഞാൻ വേറൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം പറയട്ടെ. ഞാൻ എല്ലാ ദിവസവും രാത്രി കിടക്കാൻ നേരത്ത് ഞാൻ കിടക്കുന്നതിന് നേരെ ഒരു നക്ഷത്രം. അപ്പോൾ ഞാൻ എപ്പോഴും നമ്മളെപ്പോഴും ഉറങ്ങുന്നതിന് മുന്നേ എന്തെങ്കിലുമൊക്കെ മനസ്സിലാലോചിക്കുമല്ലോ. ഞാൻ എപ്പോഴും ആ നക്ഷത്രത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പോലെ ഇവിടെ വന്നപ്പോൾ തൊട്ട് ഇപ്പോൾ 2 ആഴ്ച മേലെയായെന്ന് തോന്നുന്നു. അപ്പം ഞാൻ അതിനോടിങ്ങനെ സംസാരിക്കും. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ മിസ്സാകാൻ പോകുന്ന ആ ഒരു കോൺവെർസേഷനും കാര്യങ്ങളും. പിന്നെ ഓഫ് കോഴ്സ് ഈ ഒരു ലോണ്, പിന്നെ ഞങ്ങളുടെ ഫ്ലാറ്റ്. എനിക്ക് അതിനോട് എന്തോ ഒരു വല്ലാത്തൊരു ഒബ്സഷനുണ്ട്. അപ്പം എനിക്കിത് വിട്ട് ഇവിടുന്ന് പോകുന്നതെന്ന് വെച്ചാൽ ലൈക്ക് മൈ ഹാർട്ട് ഈസ് ബ്രോക്കൺ. പക്ഷെ നമുക്ക് എന്താ പറയണ്ടേ, പല കാര്യങ്ങളും ഇങ്ങനെയല്ലേ, നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലല്ലോ. പക്ഷേ വേറെ കുറച്ച് കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്, ലൈക്ക് നമ്മളെപ്പോഴും വിചാരിക്കേണ്ടത് അതിനേക്കാളും എന്തൊക്കെയോ നമുക്ക് വേറെ ഉണ്ട് കിട്ടാൻ പോകുന്നു. അല്ലെങ്കിൽ അല്ലേ, കുറച്ചൊക്കെ കാര്യങ്ങൾ നഷ്ടപ്പെട്ടാലേ വേറെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കിട്ടത്തുള്ളൂ. ഡെഫിനറ്റ്ലി അങ്ങനെയല്ലേ. സോ അപ്പം ഈ ഒരു സ്ഥലം നമുക്ക് മിസ്സാവുകയാണ്. ഡെഫിനറ്റ്ലി ഈ ഒരു വുഡ്ലാൻഡ് സൊസൈറ്റി ഞാൻ മിസ് ചെയ്യും. കാരണം അത്രമാത്രം കൺവീനിയൻ്റ് ആയിക്കോട്ടെ. എനിക്ക് സമാധാനത്തിൻ്റെ ഒരു 100-150% ഈ ഒരു സ്ഥലവും ഈ ഒരു ഫ്ലാറ്റും എല്ലാം ഈ ഒരു സ്ഥലം എനിക്ക് തന്നിട്ടുള്ളത്. അതെന്തുകൊണ്ടാണ് ഞാൻ ഈ സൊസൈറ്റിയുടെ ഓണറുടെ അമ്മയോട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവരിങ്ങനെ ഭയങ്കര പ്രാർത്ഥന, പിന്നെ ഓരോ മരത്തിനും ഓരോ സങ്കല്പങ്ങൾ, അവർ അങ്ങനെ ഒത്തിരി കൺസെപ്റ്റുകളും കാര്യങ്ങളും, അങ്ങനെ എന്തോ ബ്ലെസ്സിങ്സോ എന്തൊക്കെയോ അങ്ങനെയൊക്കെ അവർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം അതെന്തായാലും എനിക്കറിയില്ല, എനിക്കെന്തോ ഒരു വല്ലാത്ത സമാധാനവും സന്തോഷമായിരുന്നു ഈ ഒരു സ്ഥലം തന്നിട്ടുള്ളത്. പൂനെ എന്ന് പറയുന്ന അത്രയും പൊല്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥലം. പക്ഷെ ഇവിടെ എന്ന് വെച്ചാൽ അതിൻ്റെ ഒന്നും യാതൊരു കണിക പോലും ഏൽക്കാത്ത സെറീനായിട്ടുള്ളൊരു ഹോളി ലാൻഡായിരുന്നു. ഡെഫിനറ്റ്ലി എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഫ്ലാറ്റിന് പരസ്യം കൊടുക്കുകയാണെന്ന് തോന്നുന്നു. പക്ഷേ ഞാൻ പറയാണ്, ഈ ഫ്ലാറ്റുകാർ എന്നെ വേണമെങ്കിൽ ഇതിൻ്റെ പരസ്യം പറയാൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കണം. കാരണം ഞാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ അത്ര ഹോണസ്റ്റായിട്ട് ഞാൻ പറയുകയാണ്.
സത്യത്തിൽ ഇവരാരും എനിക്ക് ഇതിൻ്റെ ഓണേഴ്സ് ആരും എനിക്കൊന്നും തരാൻ പോകുന്നില്ല ഈ ഫ്ലാറ്റിനെ കുറിച്ച് ഇത്രയും പുകഴ്ത്തി പറഞ്ഞിട്ട്. പക്ഷേ സ്റ്റിൽ നമ്മൾ പറഞ്ഞു പോവുകയാണ് സാഹചര്യം കൊണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഈ ബ്രെയിൻ മെമ്മറി സ്കിൽസ് കളിക്കട്ടെ കേട്ടോ. തക്കാലത്തേക്ക് വിടവാകുന്നു.